നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. ഇറങ്ങി പോയി പോകാൻ. നീ ഇവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും ഞാൻ മറ്റൊരാളായി മാറിക്കൊണ്ടിരിക്കുക. നിയന്ത്രണം വിട്ട് ഞാൻ എന്താ ചെയ്തു പോകുമെന്ന് എനിക്ക് തന്നെ പറയാൻ വയ്യ. പോ, എന്റെ മുമ്പ് പോ. ഇല്ലെങ്കിൽ എന്റെ കൈ കൊണ്ടായിരിക്കും നിന്റെ അവസാനം. എനിക്കതിലും വലിയൊരു പുണ്യം കിട്ടാനില്ല. അച്ഛൻ കൊന്നു, അച്ഛനെ കൊന്നു. പോലീസ് വരുമ്പോ പറഞ്ഞാ മതി. അച്ഛൻ അപായപ്പെടുത്താൻ വന്നപ്പോ സ്വയരക്ഷയ്ക്ക് വേണ്ടി ചെയ്തതാണെന്നു. ഒരു കോടതി ശിക്ഷിക്കില്ല. നിന്റെ നാടകമൊന്നും എന്നോട് വേണ്ട കേട്ടോ. സാർ ഇങ്ങനെ ആയിരിക്കും പ്രതികരിക്കുമെന്ന് ഇവൾക്കറിയാം. അതുകൊണ്ട് പറയേണ്ട ഡയലോഗുകളൊക്കെ കാണാപ്പാടം പഠിച്ചു വെച്ചിരിക്കുക. പ്രിയ, നിന്നോട് ഇറങ്ങി പോകാനാ ഞാൻ പറഞ്ഞത്. എനിക്ക് നിന്നോടൊന്നും പറയാനില്ല. നിന്നെ കാണുകയും വേണ്ട. നീ കാരണം ജയിലിലായതിൽ എനിക്കൊരു പരാതിയുമില്ല. പക്ഷേ ഒന്നും ഞാൻ മറക്കില്ല. എന്റെ മോളോട്, പൂജയോട് നീ കാണിച്ച ആ ദ്രോഹം ഞാൻ ഒരിക്കലും മറക്കില്ല. അവളുടെ കണ്ണീരിന് നിന്റെ ജീവിതം കൊണ്ട് തന്നെ നീ മറുപടി പറയണം. നീ എങ്ങനെയായി ഇപ്പോ ജയിലിൽ നിന്ന് ഇറങ്ങിയതെന്ന് എനിക്കറിയില്ല. അതെന്നെ സംബന്ധിക്കുന്ന വിഷയമല്ല. നിനക്കിനി എന്റെ ഹൃദയത്തിൽ സ്ഥാനമില്ല. അതാണ് പ്രധാനം. നീ ഇറങ്ങ്. പോയില്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും. സാർ, ഞാൻ പോലീസിനെ വിളിച്ചു പറയാം സാർ. അനുവാദമില്ലാതെ ഇവിടെ കടന്നുകൂടിയതിന് വീണ്ടും ഇവിടെ അകത്ത് പോട്ടെ. ഞാൻ ഇറങ്ങിക്കൊള്ളിച്ച. ഇറങ്ങിക്കോളാന്ന് പറഞ്ഞിട്ട് ഇവിടെ നിൽക്കണ്ട, ഇറങ്ങ്. പക്ഷെ 2 മിനിറ്റ് ഞാൻ പറയുന്നത് അച്ഛനത് കേൾക്കണം. അത് കഴിഞ്ഞിട്ട് ഞാൻ പൊക്കോളാം. പിന്നെ ഇങ്ങോട്ട് വരില്ല. എനിക്ക് പറയാനുള്ളത് അച്ഛനത് കേൾക്കണം. ഒരു ദുഷ്ടയുടെ വാക്കുകൾ എനിക്ക് കേൾക്കണ്ട. ഞാൻ ദുഷ്ടയാണെങ്കിൽ എന്റെ ദുഷ്ടതയ്ക്ക് കാരണം അച്ഛന. ഞാൻ വളർന്നത് ഈ സ്നേഹസദനത്തില. എന്നെ വളർത്തിയത് അച്ഛനും. എന്റെ സ്വഭാവം ചീത്തയായിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒഴിഞ്ഞേക്ക് അച്ഛന് പറ്റില്ല. എന്നെ കുഞ്ഞിലെ എന്തുകൊണ്ട് തെറ്റിദ്ധരുത്തി നേരായ വഴിക്ക് കൊണ്ടുവന്നില്ല? എല്ലാം ചെയ്തു കൂട്ടിയിട്ട് അവള് ചോദിക്കുന്നത് കേട്ടില്ലേ? മല്ലികേച്ചിയോടല്ല, അച്ഛനോടാ ഞാൻ സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം അച്ഛന് മനസ്സിലായിട്ടുണ്ട്. അച്ഛനറിയാലോ, 2 മക്കളുണ്ടെങ്കിൽ 2 മക്കളെയും തുല്യരായി കാണണം. അച്ഛനിവിടെ ഒരുപാട് മക്കളുണ്ടായിരുന്നു. അച്ഛൻ പക്ഷെ എല്ലാരും ഒന്നായി കണ്ടില്ല. പൂജയോടായിരുന്നു കൂടുതൽ ഇഷ്ടം. ഇല്ലാന്ന് അച്ഛന് നെഞ്ചിത്തോട്ട് പറയാവോ? ഇപ്പൊ തന്നെ അച്ഛൻ പറഞ്ഞില്ലേ, അച്ഛൻ ജയിലായതിലല്ല പൂജയെ ജയിലാക്കിയതാണ് വിഷമമെന്ന്. കുഞ്ഞുനാളെ സ്വഭാവം രൂപപ്പെടുന്നത്. ആ സമയത്ത് വീട്ടുകാർ കുട്ടികളെ ശ്രദ്ധിക്കേണ്ടത്. കുഞ്ഞുനാളെ ഞാൻ കാണുന്നത് അച്ഛൻ പൂജയുടെ മഹാത്മ്യം പറയുന്നതാ. മറ്റുള്ളവരെ പൂജയായി താരതമ്യപ്പെടുത്തി സംസാരിക്കും. അത് കേട്ട് എനിക്ക് കഴിവുകളൊന്നുമില്ലെന്ന് സ്വയം തോന്നി തുടങ്ങി. പിന്നത് ദേഷ്യായി, തുകയായി.
ഇപ്പോഴത്തെ ഈ പ്രിയയെ ജീവിതം ജയിലുമായി. ആരാണ് അതിന്റെ ഉത്തരവാദിന്ന് അച്ഛൻ സ്വയം ചിന്തിച്ചു നോക്കണം. ഞാൻ ഈ അവസ്ഥയിലായെങ്കിൽ അതിനുള്ള കാരണം വളർത്തു ദോഷമാണ് അച്ഛ. എന്നെ വളർത്തിയത് അച്ഛനാ. എന്തുകൊണ്ട് എന്നെ അച്ഛൻ നല്ല മോളായിട്ട് വളർത്തിയില്ല?